ശക്തമായ ഭൂചലനത്തിൽ വിറച്ച ഇന്തോനേഷ്യ. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് മേഖലയിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് നൂറുകണക്കിന് ആളുകളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി. കടലിൽ 3 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് മേഖലയെ ശക്തമായി കുലുക്കിയ ഭൂചലനമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ശനിയാഴ്ച പുലർച്ചെയാണ് റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഇതിനോടകം തന്നെ 38 പേർ മരണപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം. നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:28 ഭൂചലനം അനുഭവപ്പെട്ടത്. ഏകദേശം 10 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവകേന്ദ്രമെന്നാണ് US ജിയോളജിക്കൽ സർവേയുടെ പ്രാഥമിക വിവരം. ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ കിഴക്കൻ നുസെ ടെങ്കാരയുടെ ചില ഭാഗങ്ങളിലും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടലിൽ 1/2 മീറ്റർ മുതൽ 3 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഇതോടെ തീരപ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം എംബയിൽ നിന്നും ഏകദേശം 38 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ്. ആളപായം സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും ചില കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പ്രാദേശിക റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. ഭൂചലനത്തിന്റെ തീവ്രത സംബന്ധിച്ച കണക്കുകളും ആദ്യഘട്ടത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. പസഫിക് റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്ന ഇന്തോനേഷ്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. 17,000-ലധികം ദ്വീപുകളുള്ള രാജ്യത്ത് ഭൂചലനങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും പതിവാണ്. നിലവിൽ രക്ഷാപ്രവർത്തനങ്ങളും നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.